ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മോനെ സ്കൂളിൽ കൂട്ടാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇതുപോലെ റോഡ് സൈഡിൽ വീടിനടുത്ത് എത്താനാകുമ്പോഴത്തേക്ക് റോഡ് സൈഡിൽ ഇതുപോലെ ഒരു നമ്മളെന്താ പറയുക തെരുവ് സർക്കസ് എന്നൊക്കെ പറയില്ലേ അല്ലേ, അതുപോലത്തെ കണ്ടുവേ. സാധാരണ ഞാൻ ഇത് ഇങ്ങനെ ഇത്ര അടുത്തുനിന്ന് ആദ്യമായിട്ട് കാണുന്നതാണ്. നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ നാട്ടിലാണെങ്കിലും എല്ലാം ഇങ്ങനെ കാണൂലേ, അവർ ഒരൊറ്റ നോട്ടത്തിലങ്ങ് കാണുന്നില്ലാണ്ട് ഇത്ര അടുത്തുനിന്ന് അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ സർക്കസിലെല്ലാം ഇതുപോലെ വേറെ ടൈപ്പെല്ലാം ഉണ്ട്, ഇതുപോലെ തന്നെ ഉണ്ടാവും തോന്നുന്നു. കുറേ കാലമായി സർക്കസ് എല്ലാം കണ്ടിട്ട്. അപ്പം ഇത് ഒരു കൊച്ച് ഇതുപോലെ നടക്കുന്നതായിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ ഇറങ്ങിയിട്ട് വീഡിയോ എടുത്തതാണ്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നിയത്, ഒന്നാമത്തെ കാര്യം തോന്നിയത് ആ കൊച്ചിൻ്റെ മനസ്സിൻ്റെ ധൈര്യം, ആത്മവിശ്വാസം, എല്ലാ ആരോഗ്യം എല്ലാം അല്ലേ, ആ കൊച്ചിനില്ലാതെ എന്നാന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അത്രയും എനർജി വേണ്ടേ. അപ്പോൾ ഈ രാവിലെയൊക്കെ എന്ത് ഭക്ഷണം കഴിക്കുന്നത്, അതൊക്കെ ഞാൻ ഓർക്കുന്നത്. പിന്നെ അതുകൂടാണ് എനിക്കിത് കാണുമ്പോൾ എന്നാ തോന്നുന്നതെന്നറിയോ, ഇതിപ്പോൾ കാര്യമായ ഗവൺമെൻറ്റിന് മറ്റേ പറയുന്നത് മന്ത്രിമാർ അല്ലെ MLA മാർ അല്ലെങ്കിൽ ആരെങ്കിലും ജനപ്രതിനിധികൾ ആരെങ്കിലും കാണുവാണെന്നില്ലേ, ഇവരെ ഈ തെരുവിൽ സർക്കസ് എല്ലാം പിന്നെ ചെയ്യുന്നവർക്ക് അപാരമായ ധൈര്യവും പിന്നെ എല്ലാം ഉള്ളവരാണ്, ആത്മവിശ്വാസം എല്ലാം. പൈസക്ക് മാത്രമേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും അവർക്കുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളവരാ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് ആ കൊച്ചിനെല്ലാം നല്ല ട്രെയിനിങ്ങും ഭക്ഷണവും ഒക്കെ കൊടുത്തിട്ട് നമ്മളെ സൈന്യത്തിലേക്കെല്ലാം എടുത്തുകൂടെ. ഞാനത് ചിന്തിക്കുന്നു, മിലിറ്ററിയിലും പോലീസിലൊക്കെ എടുത്താൽ ആ കൊച്ചിന് നല്ല ജീവിതമായി. ഇവർക്ക് ഈ തെരുവിൽ ഈ നട്ടക്കണ്ടം വെയിലത്ത്, പൊള്ളിപ്പോകുന്ന വെയിലത്ത്, ഒരു 10 വയസ്സിന് താഴെയുള്ളൊരു കൊച്ചാണത്, അതിൻ്റെ തൊലി പൊള്ളിപ്പോലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനത്തെ കൊച്ചിന് ഇതിൻ്റെ ആവശ്യം ഇല്ലല്ലോ. അതിനെ വല്ല ഹോസ്റ്റലിൽ നിർത്തിച്ചിട്ട് അതിന് ഗവൺമെൻറ് വേണ്ടുന്ന സഹായം ചെയ്ത് കൊടുത്ത് അതിനെ പഠിപ്പിച്ചെടുത്ത് അങ്ങനെയുള്ള എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതാക്കിക്കൂടെ. ഇവർ ഓരോരോ പോളിസിയെല്ലാം ഇറക്കുന്നുണ്ടല്ലോ, അതുപോലെ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക ഷെൽട്ടറെല്ലാം ഒരുക്കി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൈന്യത്തിലേക്കെല്ലാം എടുക്കാൻ നല്ലതല്ലേ. ശരിക്കും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. പിന്നെ പൈസ കിട്ടുമെങ്കിൽ ആരെങ്കിലും പിന്നെ അങ്ങനെയില്ല ഇതിന് സഹകരിക്കാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ കൊച്ച് വെറുതെ നടന്നതും പോരാ, ബാലൻസിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു ആ വടി ഇങ്ങനെ പിടിച്ചിരിക്കുന്നില്ല, അതിൻ്റെ കാലിങ്ങനെ ബാലൻസിന് വേണ്ടി ഇതിങ്ങനെ ആക്കുന്ന കാണുമ്പോലെ അത് തനിയാവുന്നതെന്ന് തോന്നുന്നു. ഒരു പേടിയാവുന്നു. കൂടാണ്ട് തലയിലുണ്ടുണ്ട് ഇതെടുത്ത് വെച്ചിരിക്കുന്നു. ഭഗവാനെ, അത് പോവോ, അതിൻ്റെ തലയിലെ സാധനം പോകുന്നല്ലോ നോക്കിയിട്ട് എനിക്കാണെങ്കിലും മൊബൈൽ കൈ ഇങ്ങനെ വിറക്കുന്നു പിടിക്കുമ്പോൾ. അങ്ങനെയാണ് ഇരിക്കുന്നുണ്ട് അതിന്. അപ്പോൾ അവരൊരു പാട്ടും വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്, ഭയങ്കര പാട്ട്. ആ പാട്ട് കേട്ടാൽ തന്നെ മേളുന്നത് താഴെ വീണു, അങ്ങനത്തെ പാട്ടുമാണ് വെച്ചിരിക്കുന്നത്. ആ കൊച്ചിൻ്റെ ചേട്ടനെ മറ്റാവും താഴെ വെക്കുന്നത്, വേറെ ആരുമില്ല കേട്ടോ. ഈ നോക്കറ 4 കൊള്ളി, എത്ര 5 കൊള്ളി, ഇതിൻ്റെ മുകളിൽ ഇരുമ്പിൻ്റെ ഇതാണത്. അപ്പം ഒരു ഒരു നീല കളർ ഒരു പെട്ടി കാണുന്നത്, ഒരു എന്താ പറയണ്ടത്, ഒരു സൈക്കിള്, അതാ എൻ്റെ അപ്പ അത് വീണും പോയി. എന്താ പറയണ്ട്, അത് എന്താന്നല്ലേ, അത് ഇത്ര ഉയരത്തുനിന്ന് താഴേക്ക് ഡയറക്റ്റ് തലയായിട്ട് ഇടിച്ചു പോയിട്ടുണ്ട്. എന്നാ സംഭവിക്കുക? എന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോലെ ആൾക്കാർ ഒന്നും കാണാനൊന്നും നിൽക്കുന്നൊന്നുമില്ല. ആർക്കും അത് വലിയ സംഭവമല്ലാന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇഷ്ടംപോലെ ഉണ്ടാവും റോഡുമ്മിലൊക്കെ, ഞാൻ കണ്ടിട്ടില്ല. അപ്പം അയ്യോ, ആ കൊച്ച് വീണപ്പോലെ ഞാൻ മൊബൈൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമല്ലേ, പക്ഷെ മൊബൈൽ ഇതൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ തന്നെ വെച്ച് ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കുക ഇത്. എന്നിട്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് ആ കൊച്ച് ആദ്യം മുകളിൽ കയറി. അതിലിടക്ക് ഈ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമസ്കാരം പറയലും സല്യൂട്ടടിക്കലും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ പൈസക്കാരോടും ചോദിക്കുന്നുമില്ല, അവിടെ എന്തെങ്കിലും തുണി വിരിച്ച് വെക്കുക ഒന്നും ചെയ്തിട്ടുമില്ല. ഒരിക്കൽ ഞാൻ വെച്ച് എന്തെങ്കിലും കൊടുത്തിട്ട് വന്നാലേ ഭക്ഷണം എന്തെങ്കിലും മേടിച്ച് കൊടുക്കണം എന്നൊക്കെ വെച്ചു. പിന്നെ അത് ആ കൊച്ചതിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയാലല്ലേ, പിന്നെ വെച്ച് ഇവർക്ക് പൈസയൊന്നും കൊടുത്ത് പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ചിന്തിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല അല്ലേ ശരിക്കും. നമ്മളെ പ്രോത്സാഹിപ്പിച്ചാലില്ലെങ്കിൽ ഇവർ ഈടെ അല്ലെങ്കിൽ വേറെ ദിക്കലും ഇത് തന്നെ ചെയ്യും. പക്ഷെ അതിന് ഭക്ഷണം എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചു. പിന്നെ വീട്ടിലേക്ക് മോനെ വിശക്കുന്നതാണ്, ഞാൻ പിന്നെ വേഗം വീട്ടിലോട്ട് വേവ് ചെയ്തത്. അത് വീണിട്ട് രണ്ടാമത് ആ ചെക്കനത് ആ ചെറിയ
മുരുട പോലത്തെ സാധനം കൊടുക്കുന്നു. നമ്മൾ മറ്റേ എന്താണ് കുച്ചിപ്പിടിക്കെല്ലാം തലയിൽ വെക്കുന്നില്ലേ, അതുപോലത്തെ സാധനം അതും കൊടുത്ത് ആ കൊച്ച് പിന്നെയും അതിൻ്റെ പരിപാടി തുടങ്ങുമെന്ന്. അപ്പോൾ ഈ കൊച്ച് വീണിട്ടും രണ്ടാമതും അതിൻ്റെ മേലെ പിടിച്ചേറി ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ആ കൊച്ചിൻ്റെ ഒരു മനോധൈര്യവും ആത്മവിശ്വാസവും ചിന്തിച്ച് നോക്കണം. അപ്പോൾ ഇതിന് ഞാൻ നിങ്ങളോട് എന്നാ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഇത്രയും ഉയരത്തുനിന്ന് വീഴുന്ന ഈ സംഭവം ഒന്നും അല്ലാണ്ട് നമ്മൾ മനസ്സുകൊണ്ട് ഒരുപാട് തവണ വലിയ ഉയരത്തുനിന്ന് നമ്മൾ വീഴുന്നുണ്ട്, അല്ലെങ്കിൽ മാനസികമായിട്ട് വീഴുന്നുണ്ട് അല്ലേ. ശാരീരികമായിട്ടാണ് പിന്നെ ചെറിയ വീഴ്ച വരുമ്പോൾ തന്നെ നമ്മൾ ആകെ ഡൗണായി ഇനിയൊരു ജീവിതമില്ല എല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. ഞാൻ അക്കാര്യത്തിൽ കുറേയെല്ലാം ഞാൻ തന്നെ എന്നെ ബ്രെയിൻ വാഷ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിൽ വെക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ അതിനെ നേരിട്ട് തന്നെ മുന്നോട്ട് പോവും എന്നുള്ളൊരു ചിന്ത എല്ലാവരിലും വരണം. ഇപ്പോൾ ഒരുപാട് ആത്മഹത്യയൊക്കെ കൂടുന്നില്ലേ. അപ്പോൾ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. ദൈവവിശ്വാസിയാണെങ്കിൽ പ്രാർത്ഥിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. അപ്പോൾ ഈ കൊച്ചെല്ലാം എത്ര കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്നതെന്ന് ഓർത്താൽ മാത്രം മതി നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ള പോസിറ്റീവ് ചിന്തകളുമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.